ഇതെനിക്ക് പറയാൻ ഉള്ള റൈറ്റ് അല്ല, എന്നാലും ഞാൻ ഇവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുക. എനിക്കറിയാം ഈ പറയണത് പോലെ ഇത്ര നാൾ തൊപ്പി അങ്ങനെ ഒരു പേര് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇവൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന് ഇവൻ MRC ഗ്യാങ് എന്നുള്ള MRC പേരിനോടുള്ള ടാഗ് തിരിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ ആ പേര് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ആ ഒരു അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന എക്സ്പോഷർ ക്ലെയിം ചെയ്യാൻ ഗോകു ഒരിക്കൽ പോലും നിന്നിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ്. അത് അവൻ ഇന്നും പറയാൻ മടിയായോണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്ത ലൈവില്. ഞങ്ങൾ ഇന്നലത്തെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി അശ്വിൻ ചേട്ടൻ അടക്കം പറഞ്ഞതാണ്, ഇനി ഈ പേര് വെച്ചിട്ട് ഇമാതിരി തന്തലായി കേരളത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. അതിനി നീയൊക്കെ ആരെൻ്റെ അടുത്ത് നാളെ വന്ന് ചോദ്യം ചെയ്താലും MRCക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ്, ഇനി ഈ പേര് വെച്ച് കേരളത്തിൽ തന്തലാഴി കാണിക്കത്തില്ല. അതിനി ആരാണേലും ഞാൻ ഉറപ്പ് പറയാം കേസ്. പേര് മാറ്റുന്നെങ്കിൽ പേര് മാറ്റാം. ഈ പേര് വെച്ച് ഇനി ചെയ്യത്തില്ല. അത് ഇവന് പറയാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് പറയാൻ മടിയില്ല, ഞാൻ അത് പറയും. അത് അശ്വിൻ ചേട്ടനും എടുത്ത തീരുമാനമാണ്. ബാക്കി അവരുടെ അടുത്ത് ഓൾറെഡി നമ്മളിത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരൊരു കാര്യം പറഞ്ഞിട്ട് അവരെന്താണോ ഡിസിഷൻ പറയണോ അതിനനുസരിച്ച് നമ്മൾ ഇതാക്കും. ലീഗലി റൈറ്റ്സ് മൊത്തം അശ്വിൻ ചേട്ടന്റെയും ഗോകുന്റെയും പേരില്ല. ഇത്രയും നാള് നിങ്ങൾ ഇതിനു മുമ്പ് ഈ പറയണത് പോലെ ഇവര് പല കാര്യം കോൺട്രവേഴ്സി ചെയ്തപ്പോഴും നല്ലത് ചെയ്തപ്പോഴും മറ്റേ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നപ്പോഴും ആളവിടെ പോയിട്ടില്ല. അശ്വിൻ ചേട്ടനോ ഗോകുവോ ഞാനാടാ ഓണർ എന്ന് പറഞ്ഞ് ആളാവാൻ അവിടെ പോയിട്ടില്ല. ഇത് ഇത്രയും വേഴ്സ് ആവുന്ന രീതിയിലോട്ട് പോകുന്നുണ്ടാ. കാരണം ഇവരെ ഉണ്ടാക്കി വെക്കുന്നതിന്റെ കോൺസിക്വൻസസ് നാളെ ഗോകുവിനും അശ്വിൻ ചേട്ടനും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈവ് നമ്മളാണ് ഇപ്പൊ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മളാണ് അതിൽ നിൽക്കുന്നത്. അല്ല, നിങ്ങൾ അത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഗോകു അത് പറയുന്നതിന് ഒരു കാരണമുണ്ട് ഗൈസ്. നിങ്ങൾ തൊപ്പിയുടെ ഒരു 1 ഇയർ ബാക്കിലത്തെ ഒരു ലൈവില് നിങ്ങൾ തൊപ്പി ഒരു ദിവസം വന്ന് അഡ്രസ് ചെയ്തൊരു കാര്യമുണ്ട്. MRCക്ക് വേറെ ഓണേഴ്സ് ഉണ്ട്, വേറെ അതിനകത്ത് മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റിനെ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ചാടി കയറി ഇന്നയാളെ മാറ്റി പുതിയ ആളെ റിക്രൂട്ട് ചെയ്യ് എന്ന് തൊപ്പി ലൈവിൽ ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MRC ഒരു ഗ്യാങ്ങിനെ റിക്രൂട്ട് ചെയ്യുന്ന, ഒരു മെമ്പറിനെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ ഇവരുടെ പെർമിഷനോട് കൂടിയാണെന്നാണ് പല ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ MRC ബൂട്ട് ക്യാമ്പിന്റെ കാര്യത്തിലോ ഗ്യാങ്ങിന്റെ കാര്യത്തിലോ യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഗോകുവിനും അശ്വിൻ ചേട്ടനും ഇല്ല. അവരോട് പറഞ്ഞിട്ടുമില്ല, അവരോട് ഇതാക്കിയിട്ടുമില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നലെ ലൈവിലെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് നമ്മളും അങ്ങനെയാണ് അറിയുന്നത്. സത്യമായിട്ടും ഇന്നലെ കാണുമ്പോ ഈ ബൂട്ട് ക്യാമ്പിലൊക്കെ ഇങ്ങനത്തെ പരിപാടിയാണ്, ഇതാണ് അതാണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കത് ഭയങ്കര ബാഡായിട്ട് ഇവരെ അഫക്ട് ചെയ്യും. എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട 2 ആൾക്കാരാണ്, ഒന്ന് ഗോകു ആണേലും ഒന്ന് അശ്വിൻ ചേട്ടനാണേലും. ഇവര് രണ്ടുപേരും ഇവരുടെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇപ്പൊ നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അവൻ ഇതിന്റെ നാട്ടിൽ വന്നിട്ട് ഈ പറയണത് പോലെ ഇതിന്റെ ലീഗൽ കോൺസിക്വൻസസ് നോക്കി പുറകെ നടക്കാൻ പറ്റത്തില്ല. പൈസ എല്ലാം ഓർഗാൻ എടുക്കുന്നതെന്നാ പറയണേ. 5 പൈസ MRCയുടെ ബൂട്ട് ക്യാമ്പിന് വേണ്ടിയിട്ട് ഗോകുവോ അശ്വിൻ ചേട്ടനോ എന്തെങ്കിലും പൈസ അയച്ചിട്ടുണ്ടെന്ന് അല്ല ഇവനെ അവൻ യു കെയില് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവൻ, മനസ്സിലായ? മറ്റേ ഡയപ്പർ മാറ്റാനും മറ്റേ അത് പോകാനും ഇതുമാക്കാനും അവൻ ജീവിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുക. അന്നേരമല്ലേ മറ്റേ ഇവമാർക്ക് മാസം മന്ത്ലി പൈസ അയച്ചു കൊടുക്കണം. നിങ്ങൾ കോമഡി പറയല്ലേ സത്യം പറഞ്ഞ? അവന്റെ അവസ്ഥ അവനറിയാം. ഈ രാത്രി കാലങ്ങളിൽ നമ്മളെല്ലാരും കുത്തി ഇവന്റെ കൂടെ ഇരിക്കുന്നത് അവൻ തിരിച്ചു വന്നപ്പം അവൻ ഇപ്പോഴാണ് അവൻ തന്നെ പറയാറുണ്ട് ഞങ്ങളോട്, അളിയ ഇപ്പോഴാ സത്യം പറഞ്ഞ ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങിയെന്ന്. ഈ മാനേജ്മെന്റ് എന്ന് പറയണ മാനേജ്മെന്റ് നമ്മളല്ലത്, അല്ലെങ്കിൽ ഞാൻ പറയണത് ഗോകുവും അശ്വിൻ ചേട്ടനും അല്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അവരെ വിളിച്ച് അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇഷ്യൂ തൊപ്പിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. GTA സൈഡിന്റെ കാര്യമൊന്നും അല്ല കേസ് പറയണത്. GTA ആയിട്ട് അതൊന്നും ഇതിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നില്ല. അതൊക്കെ തൊപ്പിയുടെ GTA ഗ്യാങ് ആണെങ്കിൽ തൊപ്പി അതിനൊരു ഡിസിഷൻ എടുക്കണമല്ലേ നല്ലത്. GTA ഗ്യാങ്ങും നമ്മുടെ RP ഇഷ്യൂ ഒക്കെ നിങ്ങൾ വിട്ടേരെ. ഇത് അതിന്റെ പുറത്തുള്ള വേറൊരു കാര്യമാണ്. അത് വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. ഇതൊക്കെ കൈവിട്ട് പോയ കേസ്, മനസ്സിലായില്ലേ? ഇപ്പൊ